അയ്യോ രക്ഷിക്കണേ, എന്നെ കൊല്ലാൻ വരുന്നേ, ഇവരെല്ലാരും എന്നെ കൊല്ലാൻ വരുന്നേ, രക്ഷിക്കണേ. എന്തോ വണ്ടി ഇടിച്ച സൗണ്ടല്ലേ കേക്കണത്. ആ ഷിൻജാനോട് ഞാൻ പല വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ബൈക്ക് എടുത്ത് കറക്കല്ലെന്ന്. അവൻ ആ വണ്ടി കൊണ്ട് എവിടെയോ ഇടിച്ച് കേട്ടിട്ടുണ്ട്. എടാ ഷിൻജാനെ, നിന്നോട് ഇതേത് വണ്ടിയാ നമ്മുടെ വീടിന്റെ അങ്ങോട്ട് ഇടിച്ചു കയറിയേക്കണത്? ഇതാരാണിത്? രക്ഷിക്കണേ, രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. രക്ഷിക്കണേന്നോ? എന്റെ പൊന്നെ, ആക്സിഡന്റ് സംഭവിച്ചാണല്ലോ, ഡ്രൈവർ ആണല്ലോ സൗണ്ട് എടുക്കണത്. ഡ്രൈവർ ഇല്ല ഇതിന്റെ അകത്ത്. ഈ വണ്ടിക്കകത്ത് ഡ്രൈവർ ഇല്ലേ? പിന്നെ ഇത് എവിടുന്ന സൗണ്ട് കേൾക്കണത്? ഡ്രൈവർ ഇല്ലാതെ ഓടി വന്ന വണ്ടിയാ. അതെ, ഡ്രൈവർ ഇല്ല, ഇത് ഞാനാണ് സംസാരിക്കുന്നത്. കാറ് എന്റെ പേര് ലൈറ്റ്നിങ് മെക്യൂൻ. ലൈറ്റ്നിങ് മെക്യൂനാ? ഇതിന്റെ ഡ്രൈവർ എവിടെടാ? എവിടെയോ ഒളിച്ചിരുന്ന് എന്നോട് സംസാരിക്കുവാണ് ഡ്രൈവർ. എനിക്ക് തോന്നണത് ഇതാ ഷിൻജാന്റെ പണിയാന്നാ തോന്നണത്. അവൻ സൗണ്ട് മാറ്റി സംസാരിക്കണയാണ്. ഷിൻജാനെ, പുറത്തേക്ക് വാടാ, എനിക്ക് മനസ്സിലായി നീയാണെന്ന്. ഷിൻജാനോ? അതാരാണ്? ഇത് ഞാനാണ് കാറ്, ലൈറ്റ്നിങ് മെക്യൂൻ. ഞാനാണ് ഞാൻ. എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണത്? എടാ ഷിൻജാനെ, നീ വെക്കായി തുടങ്ങിയപ്പോ എന്നെ പറ്റിക്കാന്ന് കരുതിയാ? നീ പൊക്കത്തിന് സംസാരിക്കുവല്ലടാ, സംസാരിക്കുവല്ലേ? എന്തിയാ നീ? ഇവൻ കിടന്നുറങ്ങുവാണല്ല. എടാ ഷിൻജാനെ, നീ എന്നെ പറ്റിക്കാന്ന് കരുതിയടാ ഷിൻജാനെ. എണീക്കടാ, എണീക്ക്. നീ ഇവിടെ വന്നിട്ട് എന്റെ പേര് സംസാരിച്ചോണ്ടിരിക്കുവാണല്ലേ. എന്താ ഫ്രാങ്ക്ലിൻ ഭായി, കിടന്നുറങ്ങാൻ പോലും സമ്മതിക്കത്തില്ലേ? എന്താ കാര്യം? എന്താ വിളിച്ചത്? എടാ ഷിൻജാനെ, സത്യം പറ, നീയല്ലേ ഇവിടെ കാറിന്റെ ശബ്ദത്തിൽ സംസാരിച്ചോണ്ടിരുന്നത്? കാറിന്റെ സൗണ്ടിലാ? സൗണ്ടൊക്കെ കേട്ടായിരുന്നു കാറ് വന്ന് ഇടിക്കണത്. അയ്യോ, ഇതാരാണിത്? ഇത് ലൈറ്റ്നിങ് മെക്യൂൻ അല്ലേ? ലൈറ്റ്നിങ് മെക്യൂൻ, എനിക്കറിയാം, ഞാനിതിന്റെ സിനിമയെ കണ്ടിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ ഭായി ഇങ്ങോട്ട് വാ, ഇത് ലൈറ്റ്നിങ് മെക്യൂൻ ആണ്. ഷിൻജാൻ അറിയാവുന്ന ആരാണ്ടോ തോന്നട്ടോ. അവൻ ലൈറ്റ്നിങ് മെക്യൂൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സെയിം പേരല്ലേ ഈ കാർ എന്നോട് പറഞ്ഞത്. എടാ ഷിൻജാനെ, നിനക്കിത് അറിയാവോ? ഇത് ആരാണിത്? ഫ്രാങ്ക്ലിൻ ഭായി, ലൈറ്റ്നിങ് മെക്യൂൻ അറിയാൻ പാടില്ലേ? എല്ലാവർക്കും അറിയാവുന്ന ആളാണ് ഫ്രാങ്ക്ലിൻ ഭായി. ഈ കാണുന്ന കാറില്ലേ, ഇതൊരു സിനിമയിലൊക്കെ അഭിനയിച്ച ഫേമസ് കാറാണ്, ലൈറ്റ്നിങ് മെക്യൂൻ. അതെ, എന്റെ പേര് ലൈറ്റ്നിങ് മെക്യൂൻ. ഞാൻ സിനിമയിലൊക്കെ അഭിനയിച്ചാണ്. പക്ഷെ ഇപ്പൊ എന്നെ കൊല്ലാൻ വേണ്ടി കുറെ വില്ലന്മാര് നടന്നുകൊണ്ടിരിക്കുവാണ് സിറ്റിയില്. അവന്മാരുണ്ടല്ലോ എന്റെ അനിയനെ പിടിച്ചോണ്ട് പോയി. എന്നെ ഇപ്പോഴും പിടിച്ചോണ്ട് പോകും. ഞാൻ അവിടെ നിന്ന് പരാക്രമം പാഞ്ഞ് രക്ഷപ്പെട്ടാണ് ഇവിടെ എത്തിയത്. എത്തിയെന്നാ? അനിയനെ പിടിച്ചോണ്ട് പോയെന്നാ? എടാ ഷിൻജാനെ, ഇവന്റെ അനിയനെ പിടിച്ചോണ്ട് പോയെന്ന്. നമ്മളിനി എന്ത് ചെയ്യൂടാ? ഫ്രാങ്ക്ലിൻ ഭായി, അനിയനെ പിടിച്ചോണ്ട് നമുക്ക് അനിയനെ തിരിച്ചു കൊണ്ടു ഫ്രാങ്ക്ലിൻ ഭായി. ഞാനാണെങ്കിൽ മെക്യൂന്റെ ഭയങ്കര ഫാനാണ്. മെക്യൂൻ നമുക്ക് സഹായിക്കണം ഫ്രാങ്ക്ലിൻ ഭായി, മെക്യൂനെ സഹായിക്കണം. ഇത്രയും നാൾ ഒരു പ്രശ്നവും ഇല്ലാഞ്ഞ ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ കൂടി വരുന്നു. എടാ ലൈറ്റ്നിങ് മെക്യൂനെ, നിന്റെ ചേട്ടനാ അല്ല നിന്റെ അനിയനെ പിടിച്ചുകൊണ്ടുപോയത് ആരാണ്? ഞാൻ സഹായിക്കാം. എന്റെ അനിയനെ പിടിച്ചുകൊണ്ടുപോയത് യെല്ലോ ഗ്യാങ് ആണ്, യെല്ലോ ഗ്യാങ്. അവന്മാരുടെ പ്രശ്നം എന്താണെന്നറിയാമോ? അവന്മാർ ഈ കാറുകളൊക്കെ തട്ടിക്കൊണ്ടുപോയിട്ട് അതിന്റെ പാർട്സ് അമേരിക്കയിലേക്ക് അവന്മാർ അയക്കുവാണ്. അതിനുവേണ്ടി ഞങ്ങളുടെ പാർട്സ് എടുക്കാൻ വേണ്ടി വന്നെയാണ്. എന്റെ അനിയനെ കൊണ്ടുപോയി ഇന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ അവനെ പാർട്സ് ആക്കി അമേരിക്കയിലേക്ക് അയക്കുന്നു. എടാ യെല്ലോ ഗ്യാങ്ങിന് എനിക്കറിയാം, പക്ഷെ അവന്മാർ ഇച്ചിരി പ്രശ്നക്കാരാണ്. അവന്മാർക്ക് 2 സ്ക്രാപ്പ് യാർഡൊക്കെ ഉണ്ട്. എനിക്ക് തോന്നേണ്ടത് ആ സ്ക്രാപ്പ് യാർഡിൽ കാണൂടാ ഇവന്റെ അനിയൻ. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഷിൻജാനെ, വണ്ടി കയറി. ചിലപ്പോ ആ സ്ക്രാപ്പ് യാർഡിൽ ചിലപ്പോ കാണുമായിരിക്കും ഇവന്റെ കാറ്. അവിടെ നിന്ന് സ്ക്രാപ്പ് യാർഡിൽ സ്ക്രാപ്പായിട്ട് ഈ കാറ് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാനായിരിക്കും ഇവരുടെ പരിപാടി. ഗൈസ്, അപ്പം ഞങ്ങൾ എന്തായാലും നേരെ സ്ക്രാപ്പ് ആയിട്ട് പോടേട്ടോ. അപ്പം നമ്മുടെ ലൈറ്റ്നിങ് മെക്യൂവിൻ്റെ അനിയനെ രക്ഷിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ സേവ് എന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് ലൈറ്റ്നിങ് മെക്യൂവിൻ്റെ അനിയനെ സേവ് ചെയ്യാൻ പറ്റൂടാ ഗൈസ്. അപ്പോൾ ഇപ്പോൾ തന്നെ ലൈറ്റ്നിങ് മെക്യൂൻ ഫാൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മെക്യൂന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഏതൊക്കെ ഫാൻസ് ഉണ്ട് നമുക്ക് നോക്കാട്ടോ ഗൈസ്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് വെച്ചോ. നമുക്ക് നേരെ അങ്ങോട്ട് പോകട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ യെല്ലോ ഗ്യാങ്ങിൻ്റെ അടുത്തേട്ട് പോണതിന് മുന്നേ നമ്മുടെ കാർ അതേ പഴയതുപോലെ നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. എടാ ഷിൻജാനെ, ഇപ്പൊ മെക്യൂരെ കാരണം അടിപൊളിയായിട്ടുണ്ട്. അതെ ഫ്രാങ്ക്ലിൻ ഭായി, ആ മെക്യൂന്റെ പ്രശ്നങ്ങളും കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ മാറ്റിയപ്പോ മെക്യൂനെ കാണാൻ സുന്ദരനായിട്ടുണ്ട്. അല്ലേ, മെക്യൂനെ ഇഷ്ടപ്പെട്ടോ? അതെ, ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പക്ഷേ എന്റെ അനിയൻ അവനെ എടുത്ത് രക്ഷിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാവും. ഫ്രാങ്ക്ലിൻ ഭായി, ഷിൻജാനെ, ഞങ്ങൾക്ക് ഒന്ന് സഹായിക്കാവോ? എടാ മെക്യൂനെ, നീ പേടിക്കണ്ട, എന്തായാലും നമ്മൾ രക്ഷിക്കും. നിന്റെ അനിയനെ രക്ഷിക്കും ഞങ്ങൾ. ഷിൻജാനെ, വണ്ടി കയറി. ഗൈസ്, അപ്പം നമ്മൾ നേരെ യെല്ലോ ഗ്യാങ്ങിൻ്റെ അടുത്തേട്ട് പോകാട്ടോ. നമ്മുടെ വണ്ടി സാധനങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ നേരെ യെല്ലോ ഗ്യാങ്ങിൻ്റെ അടുത്ത് പോയിട്ട് ഇവൻ്റെ അനിയൻ മെക്യൂനെ നമ്മൾ എസ്കേപ്പ് ആയിക്കൊണ്ട് വരും ഗൈസ്. അപ്പം നമ്മൾ അങ്ങനത്തെ യെല്ലോ ഗ്യാങ്ങിൻ്റെ സ്ഥലത്തെത്തുന്നുണ്ട്. എടാ ഷിൻജാനെ, വണ്ടി നിറങ്ങാം. നീ എന്തായാലും ഇവിടെ നമ്മുടെ മെക്യൂ കാറിന് കാവലായിട്ട് നിൽക്ക്. അല്ലെ ചിലപ്പോൾ തട്ടിക്കൊണ്ട് പോയാൽ ആരെങ്കിലും, നീ ഇവിടെ നിൽക്ക്. എന്നിട്ട് ഞാൻ പോയിട്ടെ ആ മെക്യൂൻ്റെ അനിയൻ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. ഫ്രാങ്ക്ലിൻ ഭായി
പോയിട്ട് വാ, ഞാനിവിടെ കാണും ഈ കാറിന് കാവലായിട്ട്. ഷിൻചാനെ നിന്റെ ഉറപ്പിലാണ് ഞാൻ പോണത് ഗൈസ്. അപ്പൊ നമ്മുടെ മെക്യുവിന്റെ കാറ്, മെക്യുവിന്റെ അനിയൻ ഇവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇതാണ് യെല്ലോ ഗ്യാങ്ങിന്റെ സ്ഥലം ഗൈസ്. ഇവിടെ യെല്ലോ ഗ്യാങ്ങിൽ ഒരുത്തനെയും കാണാനില്ല. ഇവന്മാരൊക്കെ എവിടെ പോയി? ദേ ഇവിടെ ആരെയും കാണാനില്ല ഗൈസ്. ഇവിടെ കാലിയായിട്ടാണല്ലോ കിടക്കണത്. ഇവിടെ ഒരു മനുഷ്യനും ഇല്ല. ഇവന്മാരൊക്കെ എവിടെ പോയി? എനിക്ക് തോന്നുന്നത് ഈ കാറൊക്കെ ആയിട്ട് ഇവന്മാർ എസ്കേപ്പ് ആയിന്നാ തോന്നുന്നത് കേട്ടോ ഗൈസ്. അല്ലെങ്കിൽ ഇവിടെ ഓരോ യെല്ലോ ഗ്യാങ്ങിന്റെ ആൾക്കാരെ കാണുകയാണ്. ഇവിടെ എവിടെ ഒന്നും കാണാനില്ല. ഇതിന്റെ പൊക്കത്ത് കയറി നമുക്ക് നോക്കിയാലോ ഗൈസ്? ഇതിന്റെ പൊക്കത്ത് കയറി നോക്കിയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കത്തില്ല ഗൈസ്. ഞാൻ നോക്കട്ടെ ഗൈസ്. ദേ അവിടെ കാണുന്നത് യെല്ലോ ഗ്യാങ്ങിന്റെ സ്ഥലമാണ് തോന്നുന്നു ഗൈസ്. ദേ ഇവിടെ കുറേ വണ്ടികൾ ദേ പൊളിച്ചിട്ടേക്കണല്ലോ ഗൈസ്. എനിക്ക് തോന്നണത് ഇവിടെ തന്നെ കാണും. ദേ ഒരു ലോറി പൊളിച്ചിട്ടേക്കണ് ഗൈസ്. ഇവിടെ തന്നെ കാണും ദേ ഒരു വണ്ടി ഗൈസ്. എനിക്ക് തോന്നണത് ഇവിടെ തന്നെ കാണുന്ന തോന്നണത് ഗൈസ്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അവിടെ ചിലപ്പോൾ കാണും നമ്മുടെ മെക്യൂൻ ഗൈസ്. ഇവൻ്റെ അനിയൻ അവിടെ കാണാനേ ചാൻസ് ഉള്ളൂ. ഞാനപ്പോൾ നേരെ അങ്ങോട്ട് പോട്ടെ. ഓഹോ എടാ ഷിൻചാനെ ഷിൻചാൻ എന്തിയെ ഗൈസ്? ഷിൻചാനെ കാണാനില്ല. ഞാൻ അവനോട് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോട്ടെ കേട്ടോ ഗൈസ്. ദേ നമ്മൾ യെല്ലോ ഗ്യാങ്ങിൻ്റെ ആ ഒരു സ്ഥലത്തെത്തി ഗൈസ്. ഇതാണ് അവിടെ സ്ക്രാപ്പ് യാർഡ് ഗൈസ്. ഇവിടെ അവരുടെ ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് ഈ വരി പോകാൻ വേണ്ടി പറ്റില്ല. നമുക്കാണെങ്കിൽ ഇതേ ബാക്ക് വരി കറങ്ങി പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ ഗൈസ്. അല്ല ഈ വരി പോകാൻ പറ്റില്ല. ഗൈസ് നമുക്ക് ഇതിൻ്റെ പൊക്കത്തേക്ക് മതിൽ അടിച്ചേറാട്ടെ ഗൈസ്. അപ്പം നമ്മളിത് മതിൽ ചാടിയിട്ടത് ഇതിൻ്റെ പൊക്കത്ത് കയറ്റിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ദേ ഇവിടുത്തെ സെക്യൂരിറ്റി കണ്ടിട്ടില്ല. ആകെ ഉള്ളത് ഇതിൻ്റെ പൊക്കത്തൊരു സെക്യൂരിറ്റി ഗൈസ്. ഈ പുള്ളി നമുക്ക് ആരും കാണാതെ അടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. ഗൈസ് ആ പുള്ളിയെ നമ്മൾ അടിച്ചിട്ടുണ്ട്. ആരും നമ്മളെ കണ്ടിട്ടില്ല ഗൈസ്. ദേ താഴെ കുറേ കാറുകളല്ലേ ഗൈസ് കിടക്കണത്. നമുക്ക് നേരെ താഴ്ത്തിട്ട് ഇറങ്ങാം ഗൈസ്. ദേ ഇത്രയും കാറുകൾ ഇവിടെ തട്ടിക്കൊണ്ട് വന്നതാണ് ഗൈസ്. ഈ കാറുകളൊക്കെ പാർട്സ് ആക്കിയിട്ട് പുറത്തേക്ക് അയക്കാൻ വേണ്ടി ഗൈസ്. എന്തോരം സൂപ്പർ കാറുകളാണ്. ഇതെന്താണ്? ഈ കാറിൻ്റെ ലൈഫിൽ പോലും ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. ഇതൊന്നും നോക്കാൻ വേണ്ടിയല്ല നമ്മൾ വന്നത് നമ്മുടെ മെക്യൂ നോക്കാൻ വേണ്ടിയല്ലേ ഗൈസ്. ഇവിടെയൊന്നും മെക്യൂ കാണാനില്ലല്ലോ. എന്താ ഇവിടെ എഴുതി വെച്ചേക്കണ ഗൈസ്? എന്തോ ഗൈസ് ഇതെന്തോ അവർ കോഡ് ലാംഗ്വേജാ ഗൈസ്. ഗൈസ് ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ മെക്യൂൻ ഗൈസ്. അല്ലേ ഗൈസ്? നിങ്ങൾ പറ, ഇതാണോ മെക്യൂൻ? ആണെങ്കിൽ എസ് എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക ഗൈസ്. എനിക്ക് തോന്നണത് ഇതാണ് മെക്യൂൻ എന്നാ ഗൈസ് തോന്നണത്. നമ്മുടെ അതേ മെക്യൂൻ. പക്ഷേ ഇവരുണ്ടല്ലോ എന്തോ തീയൊക്കെ ഇട്ട് കരിച്ചേക്കുവാണ് ഗൈസ്. ഇതിൻ്റെ പാർട്സ് ഒന്നും കാണാനില്ല. ടയറെല്ലാം കത്തിച്ചു. ബോഡിയെല്ലാം കത്തിച്ചു. ഈ ടയറില്ല ഗൈസ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഈ വണ്ടി ഇവിടെ നിന്ന് എങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും ഗൈസ്? ഇവിടെ കുറേ പേരുണ്ട്. ഇവന്മാരെല്ലാം തീർക്കാതെ നമുക്ക് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല ഗൈസ്. ഞാനൊരു കാര്യം ചെയ്യാം, ഇവന്മാർ ഓരോരുത്തരെയായിട്ട് തീർക്കാം ഗൈസ്. അങ്ങനെ നമുക്ക് ഈ വണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോകാം ഗൈസ്. ഒരുത്തനെ തീർത്ത് ഓരോരുത്തരും ഗൈസ്. അടുത്തവൻ തീർത്ത് ഗൈസ്. ഇനി ഒരുത്തനും കൂടി മാത്രമേ ഉള്ളൂ കേട്ടോ ഗൈസ്. ഇവനെയും കൂടി തീർത്ത് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. ഗൈസ് എല്ലാവരെയും തീർത്തിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടിയായിട്ട് നേരെ എസ്കേപ്പ് ആവാം ഗൈസ് ഇവിടെ നിന്ന്. എടാ മെക്യൂനെ, ഇതല്ലേ നിന്റെ അനിയൻ? അതെ ഫ്രാങ്ക്ലിൻ ഭായ്, അതെ ഇതാണ് എന്റെ അനിയൻ. താങ്ക് യു ഫ്രാങ്ക്ലിൻ ഭായ്, താങ്ക് യു. ഇനി ഇവനെ പഴയതുപോലെ രൂപത്തിലേക്ക് മാറ്റണം ഗൈസ്. അപ്പതേ നമ്മുടെ മെക്യൂന്റെ അനിയനെ നമ്മൾ എസ്കേപ്പ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇത് തന്നെയാണ് നമ്മൾ കൺഫേം ആക്കിയിട്ടുണ്ട്. അപ്പതേ നമ്മുടെ വണ്ടി ഈ വണ്ടിയിലേക്ക് അറ്റാച്ച് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടി നേരെ പെന്നിയണന്റെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോട്ടെ ഗൈസ്. എടാ ഷിൻചാനെ പിടിച്ചിരുന്നോ ഗൈസ്. അപ്പതേ ഞാനും ഷിൻചാനും മെക്യൂനും കൂടി നേരത്തെ മെക്യൂന്റെ അനിയനെ ബെന്നിയണന്റെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോട്ടെ ഗൈസ്. ഇവിടെയാണ് ബെന്നിയണന്റെ വർക്ക്ഷോപ്പ് ഗൈസ്. എത്തി ഗൈസ്. ഇതാണ് ബെന്നിയണ്ണന്റെ വർക്ക്ഷോപ്പ്. ഇവിടെ കൊണ്ട് വെച്ച ബെന്നിയണ്ണ ഇപ്പോൾ വരും ഗൈസ്. പിന്നെ ഇത് എങ്ങനെയെങ്കിലും നമുക്ക് പഴയതുപോലെ റെഡിയാകാൻ പറ്റും ഗൈസ്. ഇത് നല്ല രീതിക്ക് പൊളിഞ്ഞു പോയിട്ടുണ്ട് ഈ വണ്ടി. എടാ ഫ്രാങ്ക്ലിനെ, ഈ വണ്ടി പഴയതുപോലെ ആക്കാൻ ഇച്ചിരി കഷ്ടപ്പാട് വരും. എടാ വേറൊരു കാര്യമുണ്ട്, ഇതിന്റെ പെയിന്റും സംഭവങ്ങളും ടയറൊക്കെ ഞാൻ റെഡിയാക്കാം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇതിന് സൂപ്പർ കാറിന്റെ എഞ്ചിനാടാ. പക്ഷെ നമ്മുടെ സിറ്റിയിലൊന്നും സൂപ്പർ കാറിന്റെ എഞ്ചിൻ ഇല്ല. ഉണ്ടായിരുന്നതെല്ലാം നമ്മുടെ പോലീസ് പിടിച്ചോണ്ട് പോയി. ഇനി ഇതിന്റെ എഞ്ചിൻ കിട്ടാനും വഴിയില്ല. പോലീസിന്റെ അടുത്ത് നീ എഞ്ചിൻ കിട്ടുവാന്ന് പറയണത് എടാ അത് നടക്കണ കാര്യമല്ല. പോലീസിന്റെ അടുത്ത് കിട്ടിയില്ലെങ്കിൽ പോലീസിന്റെ എടുത്തോണ്ട് വന്നാലോ? അതായത് എങ്ങനെ ഇരിക്കും? ഒന്ന് പോടാ ഷിൻചാനെ, അതൊന്നും നടക്കണ കാര്യമല്ല. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നീ എന്താ എഞ്ചിൻ കട്ടോണ്ട് വരാൻ പോടുന്ന? ഇതൊന്നും നടക്കണ കാര്യമല്ല, അല്ലേടാ ഫ്രാങ്ക്ലിൻ? പിന്നെയാണ എന്തായാലും ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഇനി കിട്ടിയാലോ, ഇനി എഞ്ചിൻ ചിലപ്പോ കിട്ടിയാലോ, ഞങ്ങൾ നോക്കിയേക്കാം ഒന്ന്. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ഇവന്മാര് പറയണത്?
പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എഞ്ചിൻ കട്ടോണ്ട് വരാൻ പോടുന്ന. ചെല്ലടാ ചെല്ല്, പോലീസിന്റെ ഇടി മേടിച്ചിട്ട് വാ നീ. എടാ ഷിൻചാനെ, ഞാൻ പറഞ്ഞ പ്ലാൻ നിനക്ക് മനസ്സിലായല്ലോ. ഇതാണ് പോലീസ് സ്റ്റേഷൻ. ഈ ഞാൻ പറഞ്ഞ അതേ പ്ലാൻ നീ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എഞ്ചിനും കിട്ടും, നമ്മുടെ പ്ലാൻ സക്സസ്ഫുള്ളി വർക്കൗട്ടും ആവും. ഓക്കെ ഫ്രാങ്ക്ലിൻ ഭായ്, ഞാൻ റെഡിയാക്കാം. ഫ്രാങ്ക്ലിൻ ഭായ്, ഞാൻ റെഡിയാക്കാം. പോലീസന്മാരെ പാട്ടുകാരെ ഷിൻചാൻ എത്തി. परदेसी परदेसी जाना नहीं, मुझे चोट दे, मुझे चोट दे. ഓഹോ, നന്നായി പാടുന്നുണ്ടല്ലോടാ മോനെ നീ. കുറച്ചും കൂടി പാട്ട് പാടിക്കേ നീ. അതിനെന്താ, എന്തോരം വേണമെങ്കിലും പാട്ട് പാടാം. ദിൽബർ 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 ദിൽബർ, എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ. ഷിൻചാനാണ് ഇവിടെ പാട്ട് പാടിക്കൊണ്ട സമയത്ത് നമ്മൾ പോലീസ് സ്റ്റേഷന്റെ പുറകിൽ വന്ന് ഗൈസ്. ഇതാണ് പോലീസ് സ്റ്റേഷന്റെ പുറകിൽ ഗൈസ്. ഇവിടെയാണ് എഞ്ചിൻ ഒളിപ്പിച്ച് വെച്ചേക്കണത് എന്നോട് ബെന്നിയാണ് പറഞ്ഞത്. ഞാൻ നോക്കട്ടെ കേട്ടോ, ഇവിടെ ഒരു സീക്രട്ട് സ്ഥലമുണ്ട്, അതിന്റെ പുറകിൽ ഒളിപ്പിച്ച് വെച്ചേക്കണത്. ഞാൻ അതിന്റെ പൊക്കത്തേക്ക് കയറട്ടെ ഗൈസ്. ഇവിടെ 2 തരം എഞ്ചിനുണ്ട്, സൂപ്പർ കാർസിന്റെ എഞ്ചിനും നോർമൽ എഞ്ചിനും. ഗൈസ് ദേ ഇത് നമ്മുടെ സൂപ്പർ കാറിന്റെ എഞ്ചിൻ തന്നെ ഗൈസ്. ദേ നോർമൽ എഞ്ചിൻസ് ഗൈസ്, ദേ നോർമൽ എഞ്ചിൻസ്, ദേ സൂപ്പർ കാറിന്റെ എഞ്ചിൻ ഗൈസ്. അപ്പം നമുക്ക് ഈ സൂപ്പർ കാറിന്റെ എഞ്ചിൻ എടുക്കാട്ടോ ഗൈസ്. ദേ ഗൈസ്, ഇവിടെയാണ് ഈ സ്ഥലം ഗൈസ്. ഇതിന്റെ ഉള്ളിൽ ഇവന്മാർ സേഫ് ആയിട്ട് വെച്ചേക്കോടെ ഗൈസ്, ആരും കാണാതെ. ഇത്രയോ സാധനങ്ങളൊക്കെ ഇതിന്റെ അകത്തുണ്ടോ ഗൈസ്? ഇത് കണ്ടു, കുറേ സാധനങ്ങളുണ്ട്. ഇതിന്റെ അകത്തൊരു ലോകം തന്നെയുണ്ട് ഗൈസ്. ഇത് കണ്ടു, നമ്മുടെ സിറ്റിക്കകത്ത് ഇങ്ങനൊരു ലോകം ഈ പോലീസന്മാർ ഉണ്ടാക്കി വെച്ചേക്കുവാണ് ഗൈസ്. ഫ്രാങ്ക്ലിൻ ഭായ്, നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കുറേ നേരമായില്ല. ഇതുവരെയായിട്ടും മെക്യൂനും അനിയനും വന്നില്ലേ? അവന്മാരുടെ വർക്കെല്ലാം കഴിഞ്ഞെന്നാണല്ലോ പറഞ്ഞത്. എടാ ഷിൻചാനെ ക്ഷമിക്ക്, അവന്മാര് വന്നിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞത്. ദേ ആ സൈഡിലുണ്ടായിരിക്കും, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. അപ്പതേ നമ്മുടെ മെക്യൂന്റെ അനിയനും ദേ നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പതേ ഞങ്ങൾ കുറേ സംസാരിച്ച് മെക്യൂന്റെ അനിയനും ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുക ഗൈസ്. ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തന്നാലോ? ഇതിൽ ഏതാണ് മെക്യൂൻ ഗൈസ്? ലെഫ്റ്റ് സൈഡിലുള്ളയാണോ റൈറ്റ് സൈഡിലുള്ളയാണോ ഗൈസ് മെക്യൂൻ? നിങ്ങൾ കട്ട മെക്യൂൻ ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും ഇതിലേതാണ് മെക്യൂൻ്റെ അനിയൻ ഗൈസ്. രണ്ടുപേരെ കാണാൻ ഒരുപോലെയാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മെക്യൂൻ്റെ അനിയനെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഗൈസ് അത് ഏതാണ് മെക്യൂൻ അനിയനും സ്പോട്ട് ചെയ്യുക ഗൈസ്. പിന്നെ നമ്മൾ മെക്യൂൻ അനിയനെ വെച്ചുള്ള കിടിലൻ വീഡിയോസിന് വരുന്നതാണ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്. പിന്നെ മെക്യൂൻ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെക്യൂ എന്ന് കമൻറ്റ് ചെയ്തു. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലത്തെ കിടിലൻ വീഡിയോയിൽ കാണാവുന്നതാണ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്, ബൈ.